ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. നല്ല ഫ്രഷ് ബീഫ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് കുറച്ച് പരലുപ്പിട്ട് നല്ലപോലെ തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കഴുകുന്നതിന് മുന്നേ തന്നെ ഉപ്പിട്ട് തേക്കുമ്പോൾ അതിൻ്റെ അഴുക്കെല്ലാം പോകും. അതിനുശേഷം ഒരു 5-6 വെള്ളത്തിൽ അത് കഴുകി എടുക്കുന്നുണ്ട്. കുറച്ച് വലിയ പീസായിരുന്നു, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു പരുവത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാവേ. കുറച്ച് കട്ടി കുറവുള്ള ബീഫായിരുന്നു, അതുകൊണ്ട് ഒരു 2 ഫിസിലൊക്കെ ഏൽപ്പിച്ചാൽ മതി. നമുക്ക് കറക്റ്റ് ആ ഒരു പരുവത്തിന് വെന്ത് കിട്ടും. അങ്ങനെ കുക്കറിലിട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു സ്പൂൺ 1.5 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഞാൻ ഇടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. എന്നിട്ട് അതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അത് വേവിക്കാൻ വെക്കണം. എന്നിട്ട് കുറച്ച് കൊച്ചുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. എന്നിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ഇട്ടൊന്ന് മൂത്ത് വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ അരച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ 2 ക്യൂബും ഇട്ട് കൊടുത്ത് ഈ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണേ. ബീഫിൽ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് ഇതിനകത്തൊരു കുറച്ച് ഉപ്പിട്ടാൽ മതി. അതിനകത്ത് നല്ല ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഉള്ളി വഴറ്റാൻ വേണ്ടിയുള്ള ഉപ്പും ഇട്ടിട്ട് ബീഫ് നമ്മൾ ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ, അത്രയും ബീഫ് എടുക്കുന്നില്ല. ആവശ്യത്തിന് ബീഫ് എടുത്ത് നമ്മൾ എടുത്ത പാൻ ഇത്തിരി ചെറുതായിപ്പോയി കേട്ടോ. ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ. അങ്ങനെ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂണോളം മല്ലിപ്പൊടിയും 2 സ്പൂണോളം മുളക് പൊടിയും 1 സ്പൂൺ കുരുമുളകും കുറച്ച് നമ്മുടെ ആവശ്യത്തിന് മസാലയിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ആ ബീഫിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ആ സ്റ്റോക്ക് ഉണ്ടല്ലോ കുക്കറിലേക്ക്, അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അടച്ച് വെച്ച് നല്ലപോലെ കുറേ നേരം ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് തുറക്കുമ്പോൾ നല്ല മണമായിരുന്നു ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെയൊക്കെ. എന്നിട്ട് നല്ലപോലെ നമ്മൾ തീ കൂട്ടി വെച്ച് അതിൻ്റെ ആ വെള്ളമെല്ലാം വറ്റിച്ച് നല്ല ഗ്രേവി ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട്, നമ്മൾ ഫ്രൈ പോലല്ല എടുക്കാമെന്ന് പറഞ്ഞത്, അങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് എടുത്തിട്ട് കുറച്ച് അവസാനമായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് തക്കാളിയും കുറച്ച് മല്ലിയിലയും പച്ചമുളകും സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് ചൂട് ചോറും നെല്ലിക്കയും ബീഫുമായിട്ട് നല്ല ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.